സോ റയൽ മാഡ്രിഡ് വേഴ്സസ് സെവിയ മാച്ച് ഈ ഒരു 2025 കാലണ്ടർ ഇയറിലെ ലാസ്റ്റ് റയൽ മാഡ്രിഡ് മാച്ചാണ്. അത് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഹോം മാച്ചാണ്. ബെർണാബിയിലാണ്, സാന്റിയാഗോ ബെർണാബിയിലാണ് ആ ഒരു മാച്ച് ഉള്ളത്. ക്ലീൻ ഷീറ്റോടുകൂടി തന്നെ റയൽ മാഡ്രിഡ് ആ ഒരു മാച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അത് റയൽ മാഡ്രിഡ് ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യമാണ് ക്ലീൻ ഷീറ്റ് നേടുക എന്ന് പറയുന്നത്. കാരണം വേറൊന്നുമല്ല, കുറച്ച് കാലങ്ങളായി അവർക്ക് നല്ലൊരു ക്ലീൻ ഷീറ്റ് കിട്ടിയിട്ട് അവരുടെ ഡിഫെൻസീവിലെ ഇൻഡിവിജ്വൽ എറേഴ്സും പേഴ്സണൽ മിസ്റ്റേക്സും ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ ആ ഒരു എന്താ പറയുക ഗ്രൂപ്പ് വർക്കില്ലാത്ത പ്രശ്നം ഡിഫൻസിൽ നല്ലപോലെ റയൽ മാഡ്രിഡിന് ഉണ്ട്. റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസ് ഇഷ്യൂ ആണല്ലോ മെയിനായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് സാബി അലോൻസോക്ക് വലിയൊരു തലവേദന. അത് കാരണമായിട്ട് ഒരു ക്ലീൻ ഷീറ്റ്, നല്ലൊരു ക്ലീൻ ഷീറ്റ് റയൽ മാഡ്രിഡിന് ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. അത് ഇപ്പോൾ ഈ ഒരു മാച്ചിൽ കിട്ടി. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ ആയിരുന്നു 3-0 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ച സമയത്ത് അവസാനമായിട്ടൊരു ക്ലീൻ ഷീറ്റ് കിട്ടിയത്. സംഭവം ശരിയാണ്, അടുത്തൊരു മാച്ച് തന്നെയാണ്. ബട്ട് സ്റ്റിൽ എന്നാലും റയൽ മാഡ്രിഡ് പോലത്തെ ഒരു ടീം, ഒരു ഗ്രേറ്റ് ക്ലബ്, ഈ ഒരു ക്ലബ്ബിൽ ഇങ്ങനെ ക്ലീൻ ഷീറ്റ് ഇത്രയും ഗ്യാപ്പൊന്നും വരാൻ പാടില്ല എന്നാണ് പല ഓഡിയൻസിൻ്റെയും നിഗമനം. എൻ്റെയും പേഴ്സണൽ അഭിപ്രായം. ഇങ്ങനെ ഒരു ഗോൾ കൺസീഡ് ചെയ്തതും ചെറിയ ചെറിയ ടീംസിനെതിരെ സെൽറ്റ വിഗോക്കെതിരെ 2-0 എന്നുള്ള സ്കോറിന് പരാജയപ്പെടുക, പിന്നെ അതുപോലെ തന്നെ അലാവസിനെതിരെ ഗോൾ കൺസീഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റയൽ മാഡ്രിഡ് ടീമിൽ നിന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. ഓക്കെ, അത് റയൽ മാഡ്രിഡ് ടീമിൽ നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സാബി അലോൻസോയുടെ. പക്ഷേ ഇപ്പോൾ സാബി അലോൻസോ ലാസ്റ്റ് 3 മാച്ച് കണ്ടിന്യൂസ് ആയിട്ട് വിജയിച്ചിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ കുറച്ച് കോൺട്രവേഴ്സീസും കാര്യങ്ങളും റയൽ മാഡ്രിഡ് ടീമിലുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ, നമുക്കറിയാം റയൽ മാഡ്രിഡ് ടീം ആയതുകൊണ്ട് തന്നെ അവിടുന്ന് കുറച്ച് ചൂടുള്ള വാർത്തകൾ വരണം, എന്നാലേ ഫുട്ബോൾ ചർച്ചകൾക്കൊരു ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അത് തന്നെ നടക്കുന്നുമുണ്ട്. ഓക്കെ, ഇന്നത്തെ മാച്ചിൽ സാബി അലോൻസോയ്ക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. റോഡ്രിഗോ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലെയർ ഒരിക്കലും ബെഞ്ചിലിരിക്കേണ്ട പ്ലെയർ അല്ല എന്നുള്ള കാര്യം സാബി അലോൻസോയ്ക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഈ ഒരു മാച്ചിലായാലും ഗോൾ സ്കോർ ചെയ്ത, അതായത് ജൂഡ് ബെല്ലിംഗാമിന് അസിസ്റ്റ് കൊടുത്തത് റോഡ്രിഗോയാണ്. കിലിയൻ എംബാപ്പയ്ക്ക് പെനാൽറ്റി കിട്ടാൻ കാരണം റോഡ്രിഗോയാണ്. റോഡ്രിഗോൻ്റെ വക ഫ്രാങ്ക് ഗാർസിയയ്ക്ക് തുടക്കത്തിൽ നല്ല കിടിലൻ ഒരു ത്രൂ ബോൾ ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ റോഡ്രിഗോ ഓൾ ഇൻ ഓൾ ഒരു കിടിലൻ പെർഫോമൻസ് ആണ് ഈ ഒരു മാച്ചിൽ സെവിയക്കെതിരെ ഈ ഒരു മാച്ചിൽ പുൾ ഓഫ് ചെയ്തത്. സെവിയ ഓപ്പോസിറ്റ് ഗ്രേറ്റ് പെർഫോമൻസ് ആണ് അവരും പുൾ ഓഫ് ചെയ്തത്. ഈ ഒരു ലാലിഗയിൽ നമുക്കറിയാം ബാഴ്സലോണയൊക്കെ ലീഗ് മാച്ചിൽ 4-1 എന്നുള്ളൊരു സ്കോറിന് കൊട്ടിവിട്ടൊരു ടീമാണ് സെവിയ എന്ന് പറയുന്നത്. അത് സെവിയയുടെ ഹോം മാച്ചായിരുന്നു. ഇനി ക്യാമ്പ് നൗവിൽ നടക്കാനുണ്ട്, അതെന്ത് സംഭവിക്കുന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. പക്ഷേ സെവിയ എജാതി പെർഫോമൻസ് ആണ് അവർ പുൾ ഓഫ് ചെയ്തത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ റോഡ്രിഗോ ആ ഒരു ക്ലാസ് പുറത്തെടുത്തു. റോഡ്രിഗോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആ ഒരു മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെയുള്ള ആ ഒരു മാച്ചാണ് നമുക്ക് ഓർമ്മ വരിക. റോഡ്രിഗോയെ സംബന്ധിച്ചിടത്തോളം ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു മാച്ച് അവിടെ ഉണ്ട്. സോ അങ്ങനത്തെ ഒരു ക്ലാസ് ഉള്ള ഒരു പ്ലെയറെ ഒരിക്കലും ബെഞ്ചിലിരുത്തേണ്ടതല്ല എന്ന് സാബി അലോൻസോക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, അദ്ദേഹത്തെ ഫസ്റ്റ് 11 തന്നെ ഇറക്കി വിട്ടു. അതിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞ 3 മാച്ചസായിട്ട് റോഡ്രിഗോ കാണിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, എന്തായാലും റയൽ മാഡ്രിഡ് അങ്ങനെ വിജയിച്ച് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 18 മത്സരത്തിൽ നിന്നും 42 പോയിൻറ്റ്സാണ് റയൽ മാഡ്രിഡ് ഉള്ളത്. സ്റ്റിൽ ബാഴ്സലോണയുടെ താഴെ തന്നെയാണ് ഉള്ളത്. ബാഴ്സലോണയ്ക്ക് ഇന്ന് ബാഴ്സലോണ വേഴ്സസ് VRL ഒരു മാച്ച് ഉണ്ട്. ആ ഒരു മാച്ചിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും ഇനി റയൽ മാഡ്രിഡിൻ്റെ ടേബിളിലെ ഇനി അങ്ങോട്ടുള്ള പോക്ക്. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് അപ്പോൺ ബാഴ്സലോണ വിൻ ഓർ ലോസ്. ഓക്കെ, ഡ്രോ ആണോ വിന്നാണോ തോൽക്കുകയാണോ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും റയൽ മാഡ്രിഡിൻ്റെ ഇനി അങ്ങോട്ടുള്ള ടേബിളിലെ പോക്ക് എന്ന് പറയുന്നത്. ദാറ്റ്സ് എ ഫാക്ട്. ഓക്കെ, അത് വെറുതെ ആവശ്യമില്ലാതെ കുറേ കുഞ്ഞു ടീമുകളുമായിട്ട് സമനിലയും ഏറ്റുവാങ്ങി വെറുതെ പരാജയം ഏറ്റുവാങ്ങിയതിൻ്റെ റിസൾട്ടാണത്. ഓക്കെ, തിരിച്ചു വരുമെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നു. ഇനിയും മാച്ചസ് ബാക്കിയുണ്ട്, ലീഗ് മാച്ചസ് ഇനിയും കുറേ ബാക്കിയുണ്ട്. തിരിച്ചു വരുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമുക്ക് ഈ ഒരു മാച്ചിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെവിയക്കെതിരെ റയൽ മാഡ്രിഡ് ഇറക്കി വിട്ട ടീം, സാബി അലോൻസോ ഇറക്കി വിട്ട ടീം എന്ന് പറയുന്നത് ഗോൾ കീപ്പറായിട്ട് തിബോ കോർട്ടുവ, ഡിഫൻഡേഴ്സായിട്ട് റൂഡിഗറും ഡീൻ ഹ്യൂസണും, റൈറ്റ് ബാക്ക് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് റൗൾ അസെൻസിയോ ആയിരുന്നു, ലെഫ്റ്റ് ബാക്ക് ഫ്രാങ്ക് ഗാർസിയും. ഓക്കെ, നമുക്ക് അറിയാം കരേരാസിന് 2 മാച്ചസിൻ്റെ സസ്പെൻഷൻ ഉണ്ട്. ഫ്രാങ്ക് ഗാർസിയ 1 മാച്ച് സസ്പെൻഷൻ കഴിഞ്ഞു, അദ്ദേഹം ഇറങ്ങി. കരേരാസിന് 2 മാച്ച് സസ്പെൻഷൻ ഉണ്ട്. മിഡ്ഫീൽഡേഴ്സായിട്ട് ചുമനി ആ ഒരു പിവറ്റ് റോളിൽ 2 അറ്റാക്കിംഗ് മിഡ്ഫീൽഡേഴ്സായിട്ട് ജൂഡ് ബെല്ലിംഗാമും, പിന്നെ അതുപോലെ തന്നെ എംബാപ്പെ, വിനീഷ്യസ്, എംബാപ്പെ, റോഡ്രിഗോ, ഇവർ 3 പേരുമായിരുന്നു ആ ഒരു മെയിൻ അറ്റാക്കിലുണ്ടായിരുന്നത്. റോഡ്രിഗോനെ വീണ്ടും ആ ഒരു അറ്റാക്കിംഗ് പൊസിഷനിലോട്ട് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഒരു ക്ലാസ് പ്ലെയറാണ് അറിയുക, ബെഞ്ചിൽ ഇരുത്തേണ്ട ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ അല്ല റോഡ്രിഗോ എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്കറിയാം, അത് നമ്മൾ വീണ്ടും കണ്ടു. ഓക്കെ, ഓപ്പോസിറ്റ് ഇവരാണെന്നുണ്ടെങ്കിൽ സെവിയ ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അലക്സിസ് സാഞ്ചസിനെയും ഇസാക്ക് റൊമേറോനെ മുന്നിൽ നിർത്തി ഒരു കിടിലൻ ടീം തന്നെയാണ് പുറത്തിറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. 5 ഡിഫൻസീവ് ലൈനിനൊക്കെ ഡിഫൻസീവ് പ്ലെയേഴ്സിനെ കൊണ്ടിട്ടാണ് അവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, തുടക്കം തന്നെ എനിക്ക് തോന്നുന്നു റോഡ്രിഗോൻ്റെ ഒരു കിടിലൻ ത്രൂ ബോൾ ഉണ്ടായിരുന്നു. അതിൻ്റെ മുമ്പ് ഡീൻ ഹ്യൂസൻ്റെ ഒരു ഇൻഡിവിജ്വൽ എറർ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിനാണ് അതുകൊണ്ട് ഗോൾ വരാതിരുന്നത്. ഓക്കെ,
എന്താ പറയുക, ഈ ഇൻഡിവിജ്വൽ എറേഴ്സ്, പേഴ്സണൽ മിസ്റ്റേക്സ് ഇത് ഭയങ്കരമായിട്ട് റയൽ മാഡ്രിഡ് കുറക്കണം. അതിന്മേലാണ് പരാജയപ്പെടുന്നത്. നമ്മൾ സിറ്റിക്കെതിരെയുള്ള മത്സരം കണ്ടതാണ്. റയൽ മാഡ്രിഡ് നല്ല പെർഫോമൻസാണ് പുൾ ഓഫ് ചെയ്തത്. പക്ഷേ ഇൻഡിവിജ്വൽ എറേഴ്സ് കൊണ്ടാണ് ആ ഒരു മാച്ച് പരാജയപ്പെട്ടത്. ഈ ഒരു മാച്ചിൽ കുഞ്ഞു കുഞ്ഞു ടീമുകൾക്കെതിരെ ഇതുപോലത്തെ സ്മോൾ ഇൻഡിവിജ്വൽ എറേഴ്സ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പണിയാണ് റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം. അത് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് മാറ്റിയേ പറ്റൂ. എന്താണെന്നറിയില്ല, അവർ സ്റ്റിൽ ഇപ്പോഴും വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് റയൽ മാഡ്രിഡിന് വളരെ വലിയൊരു തിരിച്ചടിയും, എസ്പെഷ്യലി ഇൻ ബിഗ് ഗെയിംസ്. ഓക്കെ, എന്തായാലും ഡീൻ ഹ്യൂസൺ എറർ വരുത്തി പുള്ളി തന്നെ റിക്കവറും ചെയ്തിട്ടുണ്ട് ഭാഗ്യത്തിന്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് മറ്റേ റോഡ്രിഗോൻ്റെ കിഡ്ലൻ ഒരു ത്രൂ ബോൾ ടു ഫ്രാങ്ക് ഗാർസിയക്ക് പക്ഷേ അത് ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, അത് കഴിഞ്ഞ് പിന്നെ മറ്റേ സെവിയക്ക് അലക്സിസ് സാഞ്ചസ് മാൻ ഇന്നത്തെ മാച്ചിൽ 37 വയസ്സുണ്ട് അച്ചങ്ങായി എച്ചാതി പെർഫോമൻസാണ് ഇന്നത്തെ മാച്ചിൽ പുൾ ഓഫ് ചെയ്തത്. ഇസാക്ക് റൊമേറോ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ ഒരു ഫോർവേഡിന് ഫിനിഷിങ് കാപ്പബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് റയൽ മാഡ്രിഡിന് ഇന്നത്തെ മാച്ചിൽ ഗോൾ കൺസീഡ് ചെയ്യാതിരുന്നത്. പിന്നെ നമ്മൾ കോട്ടുവയുടെ പെർഫോമൻസും അതും നമ്മൾ എസ്പെഷ്യലി എടുത്ത് പറയണം. അച്ചങ്ങായിൻ്റെ കുറേ സേവുകളുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും അലക്സിസ് സാഞ്ചസ് ടു ഇസാക്ക് റൊമേറോ അതൊരു കിഡിലും ത്രൂ ബോളായിരുന്നു. ഫ്രീ ആയിരുന്നു. റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻഡേഴ്സ് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ആരാ പോയത്, എന്താ സംഭവം, ഓഫ് സൈഡാണോ നോക്കിയിരിക്കുക. അവന്മാരൊന്ന് ട്രാക്ക് ബാക്ക് ചെയ്തു പോകില്ല, കാരണം അമ്മാതിരി സ്പ്ലിറ്റിംഗ് പാസ്സാണ്, സ്പ്ലിറ്റിംഗ് റണ്ണുമാണ്. പക്ഷേ ഇസാക്ക് റൊമേറോ അത് ചിപ്പ് ചെയ്തു, ഫിനിഷ് ചെയ്യാൻ പറ്റില്ല, നേരെ പുറത്തോട്ടാണ് അത് പോയത്. ഓക്കെ, ഇൻസൈഡ് ദ നെറ്റ് അത് പോയില്ല. സോ അതങ്ങനെ അവിടെ തീർന്നു. പിന്നെയാണ് ഫസ്റ്റ് ഹാഫിൽ റോഡ്രിഗോക്ക് ഒരു 10-20 മിനിറ്റൊക്കെ ആയ സമയത്ത് റോഡ്രിഗോനൊരു ഹാർഡ് ടാക്കിൾ സെവിയയുടെ ഡിഫൻഡർ ചെയ്യുന്നു. ആ ചങ്ങായി റെഡ് കാർഡ് ഡിസേർവിങ് ചെയ്യുന്നൊരു ഫൗളാണത്. പക്ഷേ അവന് മഞ്ഞയാണ് കൊടുത്തത്. അറിയില്ല എന്തുകൊണ്ടാണ് റഫർ ചെയ്ത് മഞ്ഞ കൊടുത്തത്. പിന്നെ ഈ ഒരു മഞ്ഞക്കാർഡ്, ഈ ഒരു യെല്ലോ കാർഡ് കൊടുത്തു വെച്ചോ ഈ ചങ്ങായിൻ്റെ ഇനി നോക്കാനുണ്ട്. ഓക്കെ, അത് റോഡ്രിഗോന് ഒരു ഹാർഡ് ഫൗൾ വെക്കുന്നു. അവിടെ ഒരു ഫ്രീ കിക്ക് റയൽ മാഡ്രിഡ് കിട്ടുന്നു. റയൽ മാഡ്രിഡ് അത് നേരെ ക്രോസായിട്ട് കൊടുക്കുന്നു. ജൂഡ് ബെല്ലിംഗാം ഒരു പവർഫുൾ ഹെഡർ. അതൊരു കിടിലൻ ഗോൾ തന്നെയായിരുന്നു. ബെർണാബ്യൂ ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ അവിടെയുള്ള ആ ഒരു വെള്ള ഫ്ലാഗ് അങ്ങോട്ട് ഇളകി, ആ ഒരു വെള്ള പ്ലേയേഴ്സുള്ള ആ ഒരു ക്രൗഡഡ് ഏരിയ ഉണ്ടല്ലോ, അതാണ് ഇളകിയത്. കാരണം അമ്മാതിരി പവർഫുൾ ഗോളാണത്. അത് ഗോളായി. അങ്ങനെ 1-0 എന്നുള്ള സ്കോറിന് റയൽ മാഡ്രിഡ് മുന്നിലെത്തുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ കാര്യമായിട്ട് വലിയൊരു അറ്റാക്കുകളൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, പിന്നെയാണ് സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് എംബാപ്പയ്ക്ക് ഫസ്റ്റ് ഹാഫിലും ചാൻസ് കിട്ടിയിരുന്നു. ഇപ്പോൾ എംബാപ്പേൻ്റെ ഫിനിഷിങ് ഇന്നത്തെ മാച്ചിൽ ഭയങ്കര മോശമായിരുന്നു. പവർഫുൾ ആവുന്നുണ്ട്, പക്ഷേ ഗോൾ കീപ്പറിൻ്റെ തൊള്ളയിലോട്ടാണ് അടിച്ചു കൊടുക്കുന്നത്, ചിലത് പുറത്തോട്ടാണ് അടിക്കുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് തൊട്ടക്ക് തന്നെ എംബാപ്പേൻ്റെ ഒരു ഇൻഡിവിജ്വൽ ബ്രില്യൻസിലൊരു ലെഫ്റ്റ് വിങ് കൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, പക്ഷേ അതും പുറത്തോട്ടാണ് പോയത്. പിന്നെ വിനിയും ഗൂളറും കൂടിയും ഒരു ബോൾ റിക്കവർ ചെയ്തു. ആ ബോൾ വിനിക്കാണ് കിട്ടിയത്. വിനി അത് നേരെ ഫ്രീ ആയി നിൽക്കുന്ന എംബാപ്പയെ കൊടുത്തു. എംബാപ്പെ ഷോട്ട് എടുത്തു, പക്ഷേ അതും ഗോൾ കീപ്പർ സേവ് ചെയ്തു. സെവിയയുടെ ഗോൾ കീപ്പറിന് എന്ന് പറയണ്ടോ, പുള്ളി നല്ല സേവ് നടത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഫസ്റ്റ് ഹാഫിൽ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി. അതായത് ഗൂളർ ഒരു ബോൾ റിക്കവർ ചെയ്തു. ഗൂളർ പെട്ടെന്ന് കൊണ്ടുവന്നു. എംബാപ്പെ റൈറ്റ് സൈഡിലുണ്ട്, റോഡ്രിഗോ ലെഫ്റ്റ് സൈഡിലുണ്ട്. റോഡ്രിഗോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗോളിയുമായിട്ട് ആ ഒരു 1-on-1 ഫേസാണ്. ഓക്കെ, അതടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോളാവാനുള്ള ചാൻസ് 70%. അപ്പുറത്ത് എംബാപ്പെ ഉണ്ട്. എംബാപ്പെ ഒരു ഓഫ് പൊസിഷനിലേക്കാണ് നിൽക്കുന്നത് റൈറ്റിൽ. പക്ഷേ ഗൂളർ നേരെ അത് എംബാപ്പേക്കാണ് കൊടുത്തത്. റോഡ്രിഗോനെ ഇവിടുന്ന് ദേഷ്യം വരുന്നുണ്ട്, ആ ചങ്ങായിനെടുത്ത് അടിച്ചാലോ എന്നുള്ള ആ മൈൻഡ് കാരണം അത് റോഡ്രിഗോ കിട്ടിക്കഴിഞ്ഞാൽ ഇത് ഗോളാണ്. അപ്പോൾ ആദ്യ ഗോളർ എപ്പോഴും എംബാപ്പയ്ക്ക് മാത്രം. എംബാപ്പേൻ്റെ ഗൂളറിൻ്റെ അസിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ഒരു പകുതി മുക്കാലും എന്നല്ല, ഒരു 90-95% എംബാപ്പേൻ്റെ അസിസ്റ്റ്, എംബാപ്പയ്ക്ക് കൊടുത്ത അസിസ്റ്റാണ്. സോ ഗൂളർ അത് എംബാപ്പയെ കൊടുത്തു. എംബാപ്പെ അത് ഫിനിഷ് ചെയ്തതുമില്ല. റോഡ്രിഗോക്ക് കൊടുത്തിരുന്നുണ്ടെങ്കിൽ ഗോളായേനെ. ഓക്കെ, അത് മോശം ഡിസിഷൻ മേക്കിംഗ് എന്നൊക്കെ പറയേണ്ടി വരും ഗൂളറിൻ്റെ. അതങ്ങനെ കഴിഞ്ഞു. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് പോയ സമയത്ത് വിനിയുടെ ആ ഒരു പാസിൽ എംബാപ്പെ ഗോൾ സ്കോർ ചെയ്തില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അലക്സിസ് സാഞ്ചസ് വീണ്ടും ഇസാക്ക് റൊമേറോക്ക് ഒരു ബോൾ കൊടുത്തിട്ടേ. ഇസാക്ക് റൊമേറോ ബാഴ്സലോണക്കെതിരെ നമ്മൾ കണ്ടു, ഒരു ഫിനിഷിങ് കാപ്പബിലിറ്റി ഇല്ലാത്തൊരു പ്ലെയർ പോലെയായിരുന്നു. അത് തന്നെ ഈ മാച്ചിലും ആ ബോളും ഫിനിഷ് ചെയ്തില്ലടി. അത് പിന്നെയും കുഴപ്പമില്ല. ഓക്കെ, 3 ബിഗ് ചാൻസാണ് ചങ്ങായി മിസ് ചെയ്തത്. അത് പിന്നെയും കുഴപ്പമില്ല എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് അവരുടെ ഒരു മെൻഡി എന്ന് പറഞ്ഞൊരു മിഡ്ഫീൽഡർ ഒരു ബോൾ ചിപ്പ് ചെയ്ത് കൊടുത്തു. ഒരു അലക്സിസ് സാഞ്ചസ് മെൻഡി ഒരു കോമ്പിനേഷൻ അവിടെ വർക്കായി. റയൽ മാഡ്രിഡ് ഡിഫൻസ് സ്പ്ലിറ്റായി പോയിക്കൊണ്ടേയിരിക്കുക കേട്ടോ. ഡിഫെൻഡ് ചെയ്യുന്ന പോലും ഇല്ല. തിവോ കൂട്ട് അവിടെ നിന്ന് സേവ് ചെയ്യുക, അവിടെയും ഇവിടെയൊക്കെ കൊണ്ടിട്ട് സ്പ്ലിറ്റ് ചെയ്ത് അവന്മാരുടെ അലക്സിസ് സാഞ്ചസ് മെൻഡി ഒരു കോമ്പിനേഷൻ ഒരു പാസിങ് നടന്നു. ആ ചങ്ങായി മെൻഡി അതൊരു ചിപ്പ് ചെയ്ത് ഒരു ബോൾ ഇസാക്ക് റൊമേറോ കൊടുത്തു. ഇസാക്ക് റൊമേറോ അത് കൊണ്ടുപോയി ഫ്രീ ഡേ 1-on-1 വിത്ത് ഗോൾ കീപ്പർ. എങ്ങനെ അടിച്ചാലും അത് ഗോളാണ്. പക്ഷേ തിവോ കൂട്ടു അത് സേവ് ചെയ്തു. അവൻ്റെ ഷോട്ട് കുറച്ച് പവർ കുറഞ്ഞു. ഈ കൂട്ടുവിൻ്റെ റിഫ്ലക്സ് വളരെ പ്രോപ്പർ ആവുകയും ചെയ്തു. അത് ബോളിമ തന്നെ കൊണ്ടു സേവ് ചെയ്തു. ഇസാക്ക് റൊമേറോക്ക് ഫിനിഷിംഗ് ഇല്ലാത്തതുകൊണ്ട് റയൽ മാഡ്രിഡ് രക്ഷപ്പെട്ടതാണ് കഴിഞ്ഞ ദിവസം. ടു ബി ഫ്രാങ്ക് പറയാലോ. പിന്നെ അലക്സിസ് സാഞ്ചസ് ജാതി പെർഫോമൻസ്. ആ ചങ്ങായിക്ക് 37 വയസ്സായിട്ടും കിട്ടിലും കളി ഒന്നും പറയല്ല. ടു ബി ഫ്രാങ്ക് ഒന്നും പറയല്ല. റയൽ മാഡ്രിഡിൻ്റെ ബെർണാബ്യൂവിൽ വന്ന് റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസിനെ ഇങ്ങനെ ത്രട്ടൺ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാതി ത്രട്ടണിങ് ഒന്നും പറയാനില്ല. ടു ബി ഫ്രാങ്ക്.
ഓക്കെ, ആ മാച്ച് കണ്ടവരാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കും. അലക്സിസ് സാnchez കിടിലം പെർഫോം, അദ്ദേഹത്തിന് ഒരു ബൈസിക്കിൾ വീക്ക് ഉണ്ടായിരുന്നു, പക്ഷേ അതൊന്നും അത്ര ഡേഞ്ചർ ആയില്ല. ബട്ട് സ്റ്റിൽ എന്നാലും ഒരു ഡേഞ്ചറസ് പ്ലെയർ ആയിരുന്നു. ഡേഞ്ചറസ് എന്ന് പറയേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു അലക്സിസ് സാnchez. അത് കഴിഞ്ഞ് പിന്നെ റയൽ മാഡ്രിഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ്. ജൂഡ് ബെല്ലിംഗാമിനെ വീണ്ടും ഫൗൾ ചെയ്തു 67ാമത്തെ മിനിറ്റ് ആയ സമയത്ത്. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ല, മാർക്കാവൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിഫൻഡർ റോഡ്രിഗോനെ ഹാർഡ് ഫൗൾ ചെയ്ത അച്ചങ്ങായി വീണ്ടും ജൂഡ് ബെല്ലിംഗാമിനെ ഫൗൾ ചെയ്തു, യെല്ലോ കാർഡ് കിട്ടി. സെവിയ പരിക്കം കളിയായിരുന്നു കേട്ടോ. ആ ചവിട്ടിക്കൂട്ട വിനീനെ ആയാലും ബെല്ലിംഗാമിനെ ആയാലും എംബാപ്പേനെ ആയാലും റോഡ്രിഗോനെ ആയാലും ചവിട്ടിക്കൂട്ട. അതായിരുന്നു ഒരു സെവിയയുടെ സിറ്റുവേഷൻ. സെവിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാച്ച്. പരിക്കം കളിയായിരുന്നു അവന്മാർ. അങ്ങനെ ആ ചങ്ങായിക്ക് മാർക്കോക്ക് ബെല്ലിംഗാമിനെ ഫോളോ ചെയ്യുന്ന റെഡ് കാർഡ് കിട്ടുന്ന ആ ചങ്ങായി റഫറിനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു, അറിയില്ല. അത് കഴിഞ്ഞ് സോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലെയറിന് വിനീഷ്യസ് ജൂനിയറിനെ ഫൗൾ ചെയ്തതിന് ഒരു യെല്ലോ കാർഡ് കിട്ടി. പക്ഷേ അത് ബോളായിരുന്നു. എന്തിന് യെല്ലോ കാർഡ് കൊടുത്തു എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് ഉണ്ട്, ശരിയാണ്, ബോളുമ്പോൾ കൊണ്ട് കഴിഞ്ഞിട്ട് കോൺടാക്റ്റ് ഉണ്ട്. പക്ഷേ സോണിനത് യെല്ലോ കാർഡ് കൊടുത്തു റഫറി. അത് എന്തിനാണെന്ന് എനിക്കും അറിയില്ല. പക്ഷേ അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ആ ഒരു യെല്ലോ കാർഡ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടായിട്ട് അത് കഴിഞ്ഞ് റോഡ്രിഗോനെ പ്രോപ്പർ ഒരു ഗോൾ കീപ്പറുമായിട്ടുള്ള സിറ്റുവേഷൻ്റെ ആ സമയത്ത്, അതായത് ഒരു കൗണ്ടർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുക. എംബാപ്പെ ടു റോഡ്രിഗോ ഇനി അത് പോയി കഴിഞ്ഞാൽ നേരെ ഗോൾ കീപ്പറിന് മുമ്പ്. അത്രയും ഡേഞ്ചറസ് അറ്റാക്ക്. ആ സമയത്ത് സോൺ ഫൗൾ വെക്കുന്നു ബോക്സിൻ്റെ തൊട്ട് എഡ്ജിൽ നിന്ന്. അതൊക്കെ 90+ ആ സമയത്താട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു യെല്ലോ കാർഡും ആ യെല്ലോ കാർഡും കൂടി ആയ സമയത്ത് അച്ഛനക്ക് റെഡ് കാർഡ് കിട്ടി. അപ്പോൾ ആ ഒരു ഫസ്റ്റ് യെല്ലോ കാർഡ് കൊടുക്കേണ്ടിയിരുന്നോ എന്നുള്ളതൊരു ക്വസ്റ്റ്യനാണ്. റഫറിങ്ങിൻ്റെ ഒരു മോസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് എന്നേ ഞാൻ പറയുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമ്മളിത് സ്ഥിരം കാണുന്നതാണ്. അതിലേക്ക് കുറച്ച് കഴിഞ്ഞ 3-4 മാച്ചസായിട്ട് റയൽ മാഡ്രിഡിനെതിരെയായിരുന്നു. ഇപ്രാവശ്യം റയൽ മാഡ്രിഡിന് അനുകൂലമായി. ഇപ്പോൾ വാർഡ്രിഡ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. അതൊക്കെ കോമഡിയാണ്. എന്തായാലും അതങ്ങനെ പോട്ടെ. അത് കഴിഞ്ഞ് പിന്നെ റയൽ മാഡ്രിഡിൻ്റെ റോഡ്രിഗോൻ്റെ നല്ല നല്ല കിടിലൻ അറ്റാക്കുകളുണ്ടായിരുന്നു. റോഡ്രിഗോ ലെഫ്റ്റിലൂടെ ഇങ്ങനെ അറ്റാക്ക് ചെയ്ത് വരികയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം ബോക്സിലേക്ക് കയറിയ സമയത്ത് ഡിഫൻഡറെ അദ്ദേഹം ഡ്രിബിൾ ചെയ്തു. ആ സമയത്ത് ഡിഫൻഡർ ഒന്ന് കാലിട്ടു ബോളിന്, പക്ഷേ ഡ്രിബിൾ ചെയ്ത് പോയായിരുന്നു. റോഡ്രിഗോൻ്റെ കാലിന് തട്ടി ഫൗളായി. ഇൻസൈഡ് ബോക്സ് പെനാൽറ്റി കൊടുത്തു. എംബാപ്പയാണ് പിന്നെ പെനാൽറ്റി അടിക്കാനുള്ളത്. ഈസിയായിട്ട് അദ്ദേഹം ഗോൾ സ്കോർ ചെയ്യുന്നു. 59th ഗോൾ ഇൻ റയൽ മാഡ്രിഡ്. ഈ 2025 59ാമത്തെ ഗോൾ റൊണാൾഡോൻ്റെ റെക്കോർഡുമായിട്ട് ഈക്വലൈസ് ചെയ്തു. ഓക്കെ, ഒരു ഇയറിൽ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തത് റൊണാൾഡോ ആയിരുന്നു. ആ ഒരു റെക്കോർഡുമായിട്ട് ഈക്വലൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഒരു സെലിബ്രേഷൻ നമുക്ക് കാണാൻ പറ്റി. ആ ഒരു സെലിബ്രേഷൻ നമുക്ക് എംബാപ്പയിൽ നിന്ന് കാണാൻ പറ്റി. അതൊരു ട്രിബ്യൂട്ടാണ് റൊണാൾഡോക്ക്. ഒരു ലെജൻഡാണ്. എംബാപ്പേൻ്റെ ഐഡോൾ എന്ന് പറയുന്നതും റൊണാൾഡോയാണ്. അതൊക്കെ നമുക്കറിയാം. സോ അദ്ദേഹം അത് റൊണാൾഡോക്ക് ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ മാച്ച് വളരെ ബ്യൂട്ടിഫുൾ. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പെനാൽറ്റി റയൽ മാഡ്രിഡിന് കിട്ടിയിരുന്നു ജൂഡ് ബെല്ലിംഗാമിനെ ഫൗൾ ചെയ്തതിന്. പക്ഷേ അത് വാർ ചെക്ക് ചെയ്ത സമയത്ത് അത് പ്രോപ്പർ ബോളിലാണ് കൊണ്ടത്. പിന്നെ വേറൊരു ഷോട്ട് ഉണ്ടായിരുന്നു റോഡ്രിഗോൻ്റെ. റോഡ്രിഗോ ആ ഒരു ബോക്സിൽ നിന്ന് ഒരു നല്ലൊരു അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുക. എംബാപ്പെ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്കിൽ, ആ ഒരു ഫെയിൻറ്റിങ് പരിപാടി ചെയ്തുകൊണ്ടിരിക്കുക. അത് നേരെ റോഡ്രിഗോ കൊടുത്തു. എംബാപ്പയ്ക്ക് കിട്ടുമെന്ന് ചോദിച്ചു. പക്ഷേ റോഡ്രിഗോ അത് ജഗ്ൾ ചെയ്തിട്ടൊരു ഷോട്ട് അടിച്ചു. ആ ഗോൾ കീപ്പറിൻ്റെ ഒരു ടിപ്പിങ് സേവ് എന്നൊക്കെ പറയില്ല, ഒരു ഫിംഗർ ടിപ്പ് സേവ്. ആ വട്ട തട്ടി അത് പോസിബിൾ തട്ടി പുറത്തുപോയി. അതൊരു കിടിലൻ ഷോട്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൻ്റെ തുടക്കത്തിൽ എംബാപ്പേൻ്റെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു. അത് ഇതുപോലെ ഗോൾ കീപ്പർ ഫിംഗർ ടിപ്പ് സേവ് ചെയ്തിട്ടുണ്ട് ഒരു കോർണറിൻ്റെ ഇടയിൽ. അങ്ങനെ ഗോൾ കീപ്പർ സെവിയുടെ ഗോൾ കീപ്പർ അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. കുറേ സേവ് അദ്ദേഹം ചങ്ങായി നടത്തിയിട്ടുണ്ട്. 10-11 സേവ്, 9 സേവ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതൊരു കിടിലൻ കളിയായിരുന്നു. അങ്ങനെ റയൽ മാഡ്രിഡ് 2-0 എന്നുള്ളൊരു സ്കോറിന് വിജയിച്ചു. സാബി അലൻസോ അങ്ങനെ റോഡ്രിഗോക്ക് ചാൻസ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ടീമിന് റിസൾട്ട് കാണാനുണ്ട്. ഐ തിങ്ക് യു നീഡ് ടു ഡു ദാറ്റ്. ഓക്കെ, സാബി അലൻസോ അത് ചെയ്യണം. റയൽ മാഡ്രിഡ് ടീമിന് ഗുണമുള്ള ഒരു കാര്യമാണ്. റോഡ്രിഗോ എന്ന് പറയുന്നത് ഒരു സ്മോൾ പൊട്ടൻഷ്യൽ അല്ല, കിടിലൻ പൊട്ടൻഷ്യലാണെന്നുള്ള കാര്യം നമുക്കറിയാം. സോ ഹീ ഷോൺ ദ റിസൾട്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. സോ അദ്ദേഹത്തെ ഇറക്കി വിടുക. ഇനി ബാഴ്സലോണ വേഴ്സസ് VRL മാച്ച് നമുക്ക് നോക്കാം എന്താകും റയൽ മാഡ്രിഡിൻ്റെ സിറ്റുവേഷൻ എന്നത്. സോ താങ്ക് യു സോ മച്ച്.